കഴിഞ്ഞ വർഷത്തെ മലയാള സിനിമയിൽ നിന്നുള്ള വലിയ വിജയങ്ങളിലൊന്നായിരുന്നു മാർക്കോ. മലയാളത്തിൽ ഏറ്റവും വയലന്റ് നിറഞ്ഞ ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് സ്വന്തമാക്കിയത്. ഹനീഫ തെന്നി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ടൈറ്റിൽ റോളിലാണ് ഉണ്ണിമുകുന്ദൻ എത്തിയത്. മലയാളികൾക്കൊപ്പം മറുഭാഷാ പ്രേക്ഷകരും ചിത്രം ഏറ്റെടുത്ത് ആസ്വദിച്ചു. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും മികച്ച കളക്ഷനാണ് സ്വന്തമാക്കിയത്. തെലുങ്ക് പതിപ്പും കളക്ട് ചെയ്തിരുന്നു. OTTയിലും ചിത്രം ശ്രദ്ധ നേടിയിരുന്നു. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയമാണ് ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച ഈ മാർക്കോ. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നിറഞ്ഞ വയലൻസിനെ കുറിച്ചുള്ള ചർച്ചകൾ തിരിച്ചടിയായിരിക്കുകയാണ് മാർക്കോ സിനിമയ്ക്ക്. തിയേറ്ററുകളിൽ വൻ വിജയം നേടിയ ഉണ്ണിമുകുന്ദന്റെ മാർക്കോ ടെലിവിഷനിലേക്ക് എത്തില്ല എന്നാണ് കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചത്. സെൻസർ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് പ്രദർശനാനുമതി നിഷേധിച്ചത്. അതേസമയം മാർക്കോ സിനിമയ്ക്ക് ടിവിയിൽ സംപ്രേഷണം അനുമതി നിഷേധിച്ചതിനെതിരെ നിർമ്മാതാക്കളുടെ സംഘടനയും രംഗത്ത് വന്നിട്ടുണ്ട്. സെൻസർ നൽകിയ ശേഷം സംപ്രേഷണാനുമതി നിഷേധിച്ചത് ശരിയല്ല. കുറ്റകൃത്യങ്ങൾക്ക് സിനിമ പ്രേരണയാകുന്നുവെന്ന ആരോപണം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നുണ്ട്. ഇതിനിടയിൽ ആരാധകർക്കിടയിൽ മാർക്കോ ഏപ്രിലിൽ കൊറിയയിലെത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുകയുകയാണ്. അതായത് ദക്ഷിണ കൊറിയൻ എന്റർടൈൻമെന്റ് മേഖലയിലെ വമ്പന്മാരായ നൂറി പിക്ചേഴ്സുമായി ഒരു സുപ്രധാന ഡിസ്ട്രിബ്യൂഷൻ കരാർ ചിത്രം സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസമായി മാറിയ ബാഹുബലിക്ക് ശേഷം ദക്ഷിണ കൊറിയയിൽ നിന്നും ഇത്രയും അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രമായി മാർക്കോ മാറുകയും ചെയ്തിരുന്നു. അതായത് ഈ വർഷം ഏപ്രിലിൽ ദക്ഷിണ കൊറിയയിലുടനീളമുള്ള 100 സ്ക്രീനുകളിലാണ് മാർക്കോ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇതിലൂടെ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കൊറിയൻ മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ വരവേൽപ്പാണ് ചിത്രത്തിന് ലഭിച്ചിരുന്നത്. ഇപ്പോഴത്തെ മാർക്കോയ്ക്കെതിരായ ചർച്ചകൾ മാർക്കോ കൊറിയൻ റിലീസിനെ ബാധിക്കുമോ എന്നാണ് ആരാധകർക്കുള്ള ആശങ്ക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. അണിയറ പ്രവർത്തകരുടെ പ്രതികരണം കാത്തിരിക്കുകയാണ് ആരാധകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.